ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വിഷു റിലീസായി മലയാളത്തിൽ ഇന്ന് റിലീസ് ചെയ്ത 3 ചിത്രങ്ങളും ഹെവി പോസിറ്റീവ് അടിച്ച് മുന്നോട്ട് കുതിക്കുന്നു. ഒപ്പം എമ്പുരാനും അതിൻ്റെ ഒപ്പം ആഞ്ഞു പിടിക്കുന്നു. മലയാളത്തിന് ഇത് ഗംഭീര സമയം. ഈയൊരു വിഷുക്കാലത്ത് ബോക്സ് ഓഫീസിൽ കൂട്ടയിടിയാണ്. മമ്മൂക്കയും ലാലേട്ടനും പിള്ളേരും ചേർന്ന് ബോക്സ് ഓഫീസിനെ അറിഞ്ഞും പെറിഞ്ഞും ഇടിച്ച് പരത്തിയിരിക്കുന്നു. ഇപ്പോൾ കളക്ഷൻ അഗ്നിപർവ്വതം പോലെയാണ്. ഓരോ സിനിമയും ഒന്നിനൊന്നിനും മെച്ചമായി കുതിച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഓരോ സിനിമയുടെയും ആദ്യ ദിനത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് വരാം. ഒപ്പം എമ്പുരാൻ്റെ 15-ാം ദിനത്തെ കളക്ഷനുമായിട്ടും വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമ അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് ഈ വന്നിരിക്കുന്ന 3 എന്ന് തന്നെ പറയാം. അതിനകത്തിൽ ആലപ്പുഴ ജിംഖാനയുടെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ 602ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. ആദ്യ ദിനത്തിൽ 1,00,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ട് ട്രാക്കേഴ്സ് പറയുന്നു. ഓക്യുപ്പൻസിയുടെ കാര്യത്തിൽ റെക്കോർഡ് തന്നെയാണ്. ബാക്കിയുള്ള സിനിമകളെല്ലാം പിന്നിലാക്കിക്കൊണ്ട് ആലപ്പുഴ ജിംഖാന 72% ഓക്യുപ്പൻസിയിലാണ് പ്രദർശനം അവസാനിപ്പിച്ചത്. സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമായി വന്നിരിക്കുന്നത് 2,60,00,000 രൂപയ്ക്ക് മുകളിലാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 30 ലക്ഷം രൂപയോളം നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു 1,30,00,000. ഓവർസീസിൽ നിന്ന് 1,30,00,000 രൂപ കൂടി എത്തിയപ്പോൾ 4,25,00,000 രൂപയ്ക്ക് മുകളിലാണ് ആദ്യ ദിനത്തെ കളക്ഷനായിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഏറെക്കുറെ സിനിമ 5.5 കോടിയോളം ആദ്യ ദിനത്തിൽ നേടി എന്നുള്ളതാണ്. നസ്ലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു സ്കോറിലേക്ക് എത്തുകയാണ്. അടുത്തതായി മമ്മൂക്ക നായകനായി എത്തിയ പ്രേക്ഷകർ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബസൂക്കയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെയാണ്. ബസൂക്ക 739ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഹെവി പോസിറ്റീവ് ലഭിക്കുകയും പിന്നീട് ഓരോ ഷോയ്ക്കും തിരക്ക് കൂടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. 1,20,000-ത്തിനടുത്തുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയതായി ട്രാക്കേഴ്സ് പറയുന്നത്. 55% ഓക്യുപ്പൻസി ഓവറോളായി വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2,80,00,000 രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി പുറത്തു വന്നിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 35 ലക്ഷം രൂപയും ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ നമുക്ക് ഓവർസീസിൽ നിന്ന് 1,95,00,000 രൂപയോളമാണ്. അതായത് 5,10,00,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി ആദ്യ ദിനത്തിൽ വന്നതായി ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഏറെക്കുറെ സിനിമ 6.5-7 കോടിക്ക് മുകളിലായിരിക്കാം ആദ്യ ദിനത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് മരണമാസ് എന്ന ചിത്രമാണ്. മരണമാസ് എന്ന ചിത്രം സാമാന്യം കോമഡി പീസ് എന്നുള്ള ലെവലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മികച്ച രീതിയിൽ ചിരിക്കാനുള്ള ചിത്രം എന്നുള്ള പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 554ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ സിനിമയ്ക്ക് 40,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ സോൾഡ് ഔട്ടായി എന്ന് ട്രാക്കേഴ്സ് പറയുന്നു. 33% സിനിമയുടെ ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമല്ല. കേരള കളക്ഷൻ വന്നിരിക്കുന്നത് 80 ലക്ഷം രൂപയോളമാണ്. അതായത് കേരളത്തിൽ നിന്ന് 1.25 കോടിക്കടുത്ത് ഇന്ന് സിനിമ നേടും എന്നുള്ളതാണ് പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത്. ആയിട്ട് സിനിമ ഒരുപക്ഷെ 1.5-2 കോടിയോളം എത്തിയേക്കാം എന്നുള്ള പ്രതീക്ഷയാണ്. ഇവിടെ വമ്പൻ സിനിമകൾ 3 റിലീസ് ചെയ്ത് വന്നപ്പോൾ 15 ദിനങ്ങൾക്ക് മുന്നേ റിലീസ് ചെയ്ത എമ്പുരാൻ എങ്ങനെ പോകുന്നു? പലരും പറഞ്ഞു എമ്പുരാൻ വീഴുമെന്ന്. പക്ഷേ എമ്പുരാൻ അങ്ങനെ വീഴുന്ന ഒന്നല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. എമ്പുരാൻ ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 318ഓളം ഷോകളാണ്. 12,000-ന് മുകളിലുള്ള ആളുകൾ കണ്ടു എന്ന് പറയുന്നു. 17% ഓക്യുപ്പൻസിയിൽ 20 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്ക്. അതായത് സിനിമയ്ക്ക് ഇന്നും 35 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇത്ര ഗംഭീരമായ 3 റിലീസുകളും ഒപ്പം അജിത്തിൻ്റെ സിനിമയുണ്ടായിട്ടും എമ്പുരാൻ 15 ദിനങ്ങൾ പിന്നിടുമ്പോഴും മികച്ച രീതിയിൽ തന്നെയുള്ള കളക്ഷനോടെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടുക്കാൻ വളരെ ദൂരം കുറയുന്നു. ഏകദേശം 5 കോടിയോളമാണ് സിനിമയ്ക്ക് ഇനി വേണ്ടത് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താനായിട്ട്. അതായത് 89.5 കോടി എന്നുള്ള ആ ഒരു റെക്കോർഡിലേക്ക് എത്താൻ സിനിമ പെട്ടെന്ന് തന്നെ എത്തും. ഒരുപക്ഷെ ഈ ഒരു ശനി ഞായറോട് കൂടി തന്നെ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തും എന്നുള്ളതാണ്. എന്തായാലും ഇത് മലയാളത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വിഷു റിലീസിന് മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയവർ ഒരുമിച്ച് അല്ലെങ്കിൽ അവരുടെ സിനിമകൾ തന്നെ വരുന്നത്. 6-7 വർഷങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടിയുടെ ഒരു സിനിമ വിഷു റിലീസ് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് റിലീസായിട്ട് തന്നെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കുറി വിഷു അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. എല്ലാ സിനിമകൾക്കും മികച്ച റെസ്പോൺസ് തന്നെയാണ്. ഒപ്പം ഒന്നിനൊന്നിനും മെച്ചം ഡിഫറൻറ്റ് കാറ്റഗറി എന്ന് പറയുന്നു. എമ്പുരാനും ഒപ്പം കുതിച്ചു പായുമ്പോൾ ഇക്കുടി നമുക്ക് 2025 ഒരു സുവർണ നിമിഷമായി മാറുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അത്യാവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട്